ഭക്ഷണം. അപ്പൊ ഞാൻ തന്നെ പറയും, നിങ്ങളൊരു പാക്കറ്റ് നൂഡിൽസ് മേടിച്ചിട്ട് വാ, അത് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റും. അവർക്കാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം. അപ്പൊ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയി. അപ്പൊ ഈ നൂഡിൽസിൽ ഭയങ്കര എളുപ്പം കണ്ടു ഞാൻ. അപ്പൊ അവർക്കും അതെ ഈപ്പി മാഗി കഴിഞ്ഞപ്പോഴാണ് ഈപ്പി വന്നത്. ഈപ്പി കഴിക്കുമ്പോൾ നല്ല ഒരു എരിവിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനായാലും കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു സാധനം. ഞാൻ വിചാരിക്കും ഇതന്നെ കുട്ടികൾ കഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പണി എളുപ്പമാണ്, അവർക്ക് കൊടുക്കാനും നല്ലതാണെന്ന് അവർക്കും അത് ഇഷ്ടമാണ്. ഒരു ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ RCMന്റെ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസിന്റെ മെയിൻ ആളാണ് നമ്മുടെ രശ്മി മാഡം അത് കേസ് കണക്കിനാണ് എടുക്കുക. ഓരോ പെട്ടി 2 പെട്ടി വെച്ചിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ രശ്മി മാഡം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, കുട്ടികൾക്ക് കൂടുതലും നമ്മുടെ RCMന്റെ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് കൊടുക്കാൻ നോക്കാം, അത് നീ സെയിൽ ചെയ്യാനും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇന്ന് തൊട്ടിട്ട് RCMന്റെ നൂഡിൽസ് മേടിക്കാം. അപ്പൊ അവര് ഞാൻ ഈ ഒമേഗ വുമണൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട അമ്മയുടെ RCMന്റെ നൂഡിൽസ് ഞങ്ങൾക്ക് വേണ്ട, അതിലെന്തായാലും മരുന്നിന്റെ മണക്കി ഉണ്ടാവും, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് ഈപ്പി മാഗി അങ്ങനത്തെ ഒക്കെ മതി, വെറൈറ്റി ഓരോ നൂഡിൽസോട് ഇപ്പം ഇറങ്ങുന്നുണ്ട്, അങ്ങനത്തെ മതി, അമ്മയുടെ നൂഡിൽസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ നൂഡിൽസ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നൂഡിൽസിൽ എന്താ RCMന്റെ നൂഡിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ വിറ്റാമിൻ കണ്ടന്റുകൾ ഇറങ്ങിയിട്ടുണ്ടായില്ലേ. അവൻ്റെ അടുത്ത് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മെയിനായിട്ട് നോക്കണത് ഇത്തിരി തടി വെക്കണം. പിന്നെ അവന് മെയിനായിട്ട് അവൻ ഇങ്ങനെ എപ്പോഴും കൈ ഇങ്ങനെ മടക്കി നോക്കും. അതായത് അവനെ മസിൽ നോക്കണത്. ആൾക്കാകെ 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, 14 വയസ്സാവണുള്ളൂ മോന്. അപ്പൊ അവൻ ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എനിക്കപ്പോൾ അപ്പൊ ക്ലിക്കായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മസിലിന്റെ കാര്യം വെച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ ഒരു വാക്ക് ഞാൻ നമ്മുടെ നൂഡിൽസിന്റെ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഈ ഒരു മാസം നീ ഈപ്പിയാണ് മാഗിയാണ് നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ കൊടുന്നുതരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം നീ RCMന്റെ നൂഡിൽസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഏത് കഴിച്ചിട്ടാണ് നീ വെയിറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ഏത് കഴിച്ചിട്ടാണ് നിനക്ക് മസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നീ അമ്മോട് പറയും. അപ്പോൾ അമ്മ നീ പറയണ പോലെ കേൾക്കാം, നമ്മുടെ RCMന്റെ നൂഡിൽസ് കഴിച്ചിട്ട് നിനക്ക് മസിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു പ്രൊഡക്റ്റും RCMന്റെ വാങ്ങിക്കേണ്ട, പിന്നെ അമ്മ RCM ചെയ്യണില്ല എന്നുള്ളത് ഞാൻ വെറുതെ അങ്ങനെ അവൻ്റെ അടുത്ത് എല്ലാവരുടെയും വാക്കുകൾ കേട്ടിട്ടാണ്, ഒന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുന്നതല്ല. അങ്ങനെ അവൻ്റെ അടുത്ത് അത് കൊടുത്തു. അപ്പോൾ അവൻ ആദ്യത്തെ ദിവസം കൊടുത്തപ്പോൾ അയ്യേ ഇത് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അമ്മയൊന്നും. അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ലേ, ഇത് ടേസ്റ്റിൻ്റെ ഈപ്പിയുടെ പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റിനായിട്ടും ഞാൻ പല വിധത്തിൽ കൊടുത്തു നോക്കിയിട്ടുണ്ടവന്, പല ഫ്ലേവറുകളും പല മുട്ട അങ്ങനെയൊക്കെ പൊത്തിപ്പൊരിച്ചിട്ടൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, എങ്ങനെ നോക്കിയാലും ഇത് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ടേസ്റ്റിനല്ലല്ലോ മോനെ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ അത് ടേസ്റ്റ് ആകും, പക്ഷെ നിനക്ക് മസിലല്ലേ പ്രധാനം, നീ അത് കഴിക്ക്. നിൻ്റെ അടുത്ത് ഞാൻ അമ്മ പറഞ്ഞില്ലേ ഒരു മാസം നീ അത് കഴിച്ച് നോക്ക്, എല്ലാ ദിവസവും അടുപ്പിച്ച് കഴിക്കേണ്ട, അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മട്ടിപ്പാവും, അപ്പോൾ നീ അതങ്ങനെ കഴിച്ച് നോക്കുന്നു. അപ്പോൾ അവൻ തയ്യാറായി, അത് കഴിക്കാനായിട്ട് അവൻ തയ്യാറായി. അവൻ ഒന്നുകിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരം ട്യൂഷന് പോകണിട്ട് മുന്നേ കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിക്കും, അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഏതെങ്കിലും ഒരു നേരമൊക്കെ ആയിട്ട് അവൻ കഴിക്കും. ആ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ള ഒരു മാറ്റമാണ്, ഒരു തരി മസിലിൻ്റെ ഭാഗത്ത് അവന് വ്യത്യാസം ഉണ്ടായി. അത് സത്യസന്ധമായ ഒരു വാക്കായിരുന്നു നമ്മുടെ നൂഡിൽസിൽ. അപ്പോൾ ഞാൻ നമ്മുടെ നൂഡിൽസിനെ കുറിച്ചിട്ട് എന്തായാലും ഒന്ന് പറയാം. നമ്മുടെ നൂഡിൽസിൽ ഫുള്ള് പ്രോട്ടീനാണ്. അതായത് ഈപ്പി മാഗി എന്നിവയിൽ കൂടുതലും മൈദയാണ്, ഏകദേശം 80% മൈദയാണ് അതിൽ ചേർത്തിട്ടുള്ളത്. എന്നാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ നമ്മുടെ RCM നൂഡിൽസ് ആരോഗ്യദായകമായ ഒരു നൂഡിൽസാണ്. അത് RCM നൂഡിൽസിലെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. അത് 70 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ 50% പ്രോട്ടീൻ്റെ അളവ് അടങ്ങിയിരിക്കുന്നത്. ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ദഹനത്തിന് അത് വളരെ എളുപ്പമാണ്. വയറുവേദന കാര്യങ്ങളൊന്നും നമ്മുടെ നൂഡിൽസ് കഴിച്ചാൽ ഉണ്ടായിട്ടുമില്ല, കൊടുത്തിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഈപ്പി മാഗി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ പലതവണ വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളതുമാണ്. ഇതിൽ 3 തരം പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 1 സോയാ പ്രോട്ടീൻ ഐസോലേറ്റ്, 2 പീ പ്രോട്ടീൻ, 3 ഓട്സ് ഫ്ലോർ. സോയാ പ്രോട്ടീൻ ഹാർട്ട്, ഡയബറ്റിക്, സ്ട്രോക്ക് എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു, അതിനാൽ ദഹനം നന്നായി നടക്കുന്നു. പീ പ്രോട്ടീൻ കിഡ്നി സംബന്ധമായ അസുഖത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. ഓട്സ് ഫ്ലോർ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, മസിലിനെ കട്ടികൂട്ടാൻ സഹായിക്കുന്നു, എനർജി കിട്ടാൻ സഹായിക്കുന്നു.
ഇതാണ് ഈ വാക്കാണ് ഞാൻ മസിലിന്റെ കാര്യം വെച്ച് അവനെ വെച്ച് പിടിപ്പിച്ചത്. അതില് എന്തായാലും അഥവാ അവന്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ നൂഡിൽസ് ഞാൻ അങ്ങനെയാണ് ഞാൻ നൂഡിൽസ് കൊടുത്തു തുടങ്ങിയത്. നൂഡിൽസിന്റെ സെയിൽ എനിക്ക് അവനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, നമ്മുടെ ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ട്, അതൊന്ന് ഓൺ ആക്കിക്കോളൂ. കൈതട്ടി ഓഫ് ആയതായിരിക്കും ചിലപ്പോ. അപ്പം നമ്മുടെ നൂഡിൽസ് ഒരു കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാക്കറ്റ് കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട യഥാർത്ഥ പ്രോട്ടീൻ നമ്മുടെ നൂഡിൽസിൽ നിന്ന് കിട്ടും. ഇപ്പൊ നൂഡിൽസിൽ ഒരു നേരം നമ്മുടെ മക്കൾക്ക് കൊടുത്താലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർക്കുള്ള പ്രോട്ടീന്റെ അളവ് നമ്മുടെ നൂഡിൽസിൽ നിന്ന് കിട്ടും. അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ്. അത് എൻ്റെ മോൻ തന്നെയാണ് അതിന്റെ സെയിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതൊക്കെ ഞാൻ രശ്മി മാഡം ടീച്ചർ നിർബന്ധിച്ച് ഞാൻ ആജിത മാഡത്തിന്റെ ഒരു ഷോപ്പില് ഒരു ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ നേഹ മാഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതായത് നമ്മുടെ ഹെയർ സെറം, ഫേസ് സെറം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകൾ കേൾക്കാത്തതിന്റെ കുറവ് എൻ്റെ ഭാഗത്ത് ഒരുപാടുള്ളത് കാരണം കൊണ്ട് ഞാൻ എന്താ പറയാ, അതിൽ 1-2 പോയിന്റ് മാത്രമേ ഞാൻ നോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിൽ ആ മാഡം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ സ്കിന്നിന്റെ ആയാലും എല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകൾ മേലും തലയിലും അപ്ലൈ ചെയ്യണതൊക്കെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണെന്നുള്ള ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ മെഡിക്കൽ ഷോപ്പിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഏറ്റവും കൂടുതൽ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അതായത് മുഖത്ത് കറുത്ത പാടുകൾ വരിക, മുഖത്ത് എന്തെങ്കിലും പിമ്പിൾസ് വരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് വരും. പിന്നെ കൂടുതലും മുടിക്കൊഴിച്ചിലിന്റെ ആൾക്കാർ, മുടി കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭംഗി പോവും. ഇപ്പൊ ഞാനൊക്കെ എത്ര കറുത്തിട്ടുള്ള ആളായാലും എനിക്ക് മുടി ഇപ്പൊ എൻ്റെ കുറേശ്ശെ കൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി, അയ്യോ എനിക്ക് ആദ്യം ഞാൻ എന്നെ വിചാരിക്കും എനിക്ക് ആദ്യം ഇത്തിരി കൂടി ഭംഗി ഉണ്ടായിരുന്നു, മുടി ഇപ്പൊ കൊഴിയണ കാരണമാണ് വിചാരിക്കും. അപ്പോൾ എല്ലാവരും മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാണ്, നമ്മുടെ ഭംഗി പോവില്ലേ. ഭംഗി പോവില്ലേന്ന് ചിന്തിക്കണതല്ല, ശരിക്കും നമ്മുടെ ഭംഗി പോവും. അപ്പൊ അങ്ങനെ മലയാളത്തെ ഒരു സ്റ്റാഫ് തന്നെ, ഒരു സഞ്ജന മാഡം ഞങ്ങളുടെ കടയിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇവിടെ നമ്മുടെ ക്രൈറ്റൻ സാർ എഴുതണ ഏതെങ്കിലും നല്ലൊരു സെറം എനിക്ക് തരുമോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ടെസ്റ്റുകൾ പറയും, അതിന് ശേഷമാണ് ഇപ്പോൾ മെഡിസിൻ എഴുതണത്. അപ്പൊ അതിനൊന്നും ഒന്നാമത്തെ എനിക്ക് പൈസയും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നല്ലൊരു ക്രൈറ്റൻ സാർ എഴുതണ ഒരു സെറം തന്നാൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ക്രൈറ്റൻ സാർ തന്നെ സെറമൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാനിപ്പോ ഒരു RCM കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാലേട്ടനെ ഞാൻ എല്ലാത്തിനും മാതൃക ബാലേട്ടനെ ചൂണ്ടി കാണിച്ചു കൊടുക്കും. ബാലേട്ടന്റെ വൈഫ് ഇതിലെ RCM കമ്പനിയിലാണ്. അത് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുടിക്ക്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മുടി കണ്ട ചേച്ചി നന്നായി കൊഴിയണത്. ഇവിടെ കാണിച്ചു കൊടുക്കും, ഇവിടെ ഒന്നും മുടി ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ നോക്കുമ്പോൾ പെട്ടത്തല പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ സെറം 2 വട്ടം ഉപയോഗിച്ചു, അപ്പോഴാണ് എനിക്ക് ഇത്തിരി മാറ്റം വന്നതെന്ന് പറഞ്ഞു. ഒരു തുള്ളി പോലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാൻ, പക്ഷെ എന്നാലും ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പിന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ സാധനങ്ങളും, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ പിന്നെ നമ്മുടെ ബ്രഹ്മി, കഞ്ഞുണ്ണി, ഉള്ളിനീര്, ഉലുവ, മാതളം നാരങ്ങയുടെ സത്ത്, തൊലിയുടെ സത്ത്, ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എണ്ണ മുറുക്കി തന്നോടുന്നില്ല, അതുപോലെ കുറെ ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു അങ്ങനെയൊക്കെയാണ് ഞാൻ പറയണത്. എപ്പോഴും ക്ലാസ് ശരിക്കും കേൾക്കാത്തതുകൊണ്ടുള്ള മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് ഒരുപാടുണ്ട്. അപ്പൊ നല്ല എണ്ണ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എണ്ണയാണ്, കാച്ചിയ എണ്ണയാണ് ശരിക്കും. ഇത് നല്ല സ്മെല്ലാണ് ചേച്ചി, അത് ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ. എനിക്ക് കിട്ടിയ റിസൾട്ട് അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ക്ലാസ് കേട്ടിട്ട് കുറച്ച് കോപ്പി അടിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പറയുന്നുണ്ട്, അത് കഞ്ഞിവെള്ളത്തിന്റെ കളറാണ്, നല്ല സ്മെല്ലാണ്, അത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതെങ്ങനെ പരട്ടണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിലൊരു ഫില്ലർ ഉണ്ട്, അത് ഏത് ഭാഗത്താണോ കൂടുതൽ കൊഴിയണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ഡ്രോപ്പായിട്ട് വെച്ചിട്ട് അവിടെ നന്നായി ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. അത് നനവുള്ള മുടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അത് കുളിക്കുന്നതിന് മുന്നോ കുളി കഴിഞ്ഞതിന് ശേഷമോ തല കഴുകണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക്. എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അവരതുപോലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അവരുടെ മുടിക്കൊഴിച്ചിൽ മാറി, മുടിക്ക് നല്ല നീളം കിട്ടി. എന്താ പറയാ, അവരുടെ മുടി നല്ല മിനുസുള്ള മുടിയായി. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞ സംഭവം ഒക്കെ ശരിക്കും പറഞ്ഞാൽ സഞ്ജന മാഡത്തിന് ഉണ്ടായിട്ടുള്ളതാണ്. ആ മാഡത്തിന്റെ പർച്ചേസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 10 ഹെയർ സെറം ഞാൻ ആ മാഡത്തിന് കൊടുത്തിട്ടുണ്ടാവും. ആ മാഡത്തിന് കൊടുത്ത ഹെയർ സെറം, അതായത് ആ മാഡം പറഞ്ഞ റിസൾട്ട് കേട്ടിട്ട് എൻ്റെ കടയിലത്തെ മാനേജർ, അവനാണെങ്കിൽ മുടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ തല ഈ സൈഡിൽ നിന്നൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ അവൻ ചോദിച്ചു, ഇത് ആണുങ്ങൾക്ക് പരട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
ഇത് എല്ലാവർക്കും പരത്താനോ മേടിച്ച് പരത്തിയോളൂ എന്ന് പറഞ്ഞു. അനു അത് ഉപയോഗിച്ചു തുടങ്ങി. അവന് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന മുടിയൊന്നും പിന്നെ കൊഴിഞ്ഞിട്ടില്ല. പിന്നെ പുതിയ ഇപ്പൊ അവന്റെ തലയിലേക്ക് നോക്കുകയാണെങ്കിൽ ബേബി ഹെയർ മുളച്ച് അവന്റെ മുടിയൊക്കെ നല്ല ഉള്ളായി. അവൻ തന്നെ ഭയങ്കര സന്തോഷമായി. അവന്റെ ഭാര്യ അവനെ കളിയാക്കിയായിരുന്നു. മുടി ഉണ്ടായിട്ടാണ് കല്യാണം കഴിഞ്ഞ് വന്നത്. പിന്നെ മുടി പോയിട്ട് ഉള്ളൊരിത് കണ്ടിട്ട് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഈ സെറം കിട്ടി. അവനത് ഉപയോഗിച്ചു. അവന് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഞാൻ 1-2 പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഹെയർ സെറം സെയിൽ ചെയ്യാൻ പറ്റി. സമയമായില്ലേ രശ്മി മാഡം? കുഴപ്പമില്ല, പറഞ്ഞോളൂ, ഞങ്ങക്ക് കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് കൊടുത്തു. പിന്നെ നമ്മുടെ ആട്ട കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ തന്നെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിലൊക്കെ മൈദ കൂടുതലാണ്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ് മൈദയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആട്ട ഒറിജിനലാണ്. അത് 8 മണിക്കൂർ കുതിർത്തി മുളപ്പിച്ച് തിരിക്കല്ലിൽ ഇടിച്ച് പൊടിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൊടി ചൂടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് കഴിച്ച ഉടനെ തന്നെ അത് ദഹനം കിട്ടും. അപ്പൊ അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും. നമ്മളിപ്പോ ചില നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ ചപ്പാത്തി വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനൊന്ന് സാമ്പാറൊക്കെ ഒഴിച്ചൊന്ന് കുതിർത്തി ഇടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നിന്നിട്ട് നമ്മൾ വല്ല എന്തെങ്കിലും കഴിഞ്ഞ് വന്നിട്ട് വേണം അത് കഴിക്കാതിരിക്കണമെങ്കിൽ. പക്ഷെ നമ്മുടെ ആട്ടയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ നിൽക്കും. അപ്പോഴും ചിലർ പറയണത് അയ്യോ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആട്ട വേണം. ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ ചില ദിവസം അത് കളയേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അത് എണ്ണ ചൂടാക്കി പൂരിയാക്കിയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്യണത്. അപ്പൊ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ട നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആട്ട അങ്ങനെയൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കും. പിന്നെ അതിൽ അയണും ഫോളിക് ആസിഡ് കണ്ടന്റ് കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഈ അയൺ ഫോളിക് ആസിഡ് മിക്സ് ചെയ്ത് മൾട്ടിവിറ്റാമിൻ മിനറൽസും അലക്കി പൊളിച്ച് പറയാൻ അതിലൊരു മടിയില്ല അങ്ങനെ പറയാനായിട്ട്. പക്ഷെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ അറിയാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിക്കോ നമ്മുടെ ലീഡേഴ്സിനോ അത് മോശക്കേടാവോ നാണക്കേടാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയാണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, ടീച്ചർ പറഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോഴും പറയണു ആ ഒരു വാക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റ് സത്യസന്ധമാണ്, നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഒരാൾ പോലും അതൊരു കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ ആ വാക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ സെയിൽ ചെയ്യണത്. അന്ന് മുതലേ ഞാൻ 5000 PV ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഇത്രയും സാധനങ്ങൾ ഹെയർ സെറൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഈ സോപ്പും പൊടിയും വെച്ചിട്ട് RCM തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ 5000 PV വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിത മേഡം എൻ്റെ അടുത്ത് ചോദിക്കും, 1 രൂപയാണ് ഒരു സോപ്പ് വിറ്റാൽ കിട്ടുന്നത്, 10 രൂപയുടെ സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കിട്ടണത് 4 PV. ഇത് വെച്ചിട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ എന്താ ഈ ഭാഗം മാറണം, എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിച്ച് ചെയ്യണം എന്നൊക്കെ പറയും. ഞാൻ പറയും എനിക്ക് ഇത് പഠിക്കാനൊന്നും നേരമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ പോവാം മാഡം, ഞാൻ എന്തായാലും RCM വിട്ട് കളയില്ല, ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, ഏത് വീടുകളിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തു പൊക്കോളാം. അവരുടെ അടുത്ത് ഞാൻ പറയാം എന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത് ഇത്രയും RCM ഇൻട്രസ്റ്റ് ആവുക എൻ്റെ ലീഡേഴ്സ് സുഭാഷ് സാറിനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് സാറ് ഞാൻ എന്താ വെച്ചാൽ സാറ് എൻ്റെ അടുത്ത് എപ്പോഴും പറയും പ്രോഡക്റ്റുകൾ കുറച്ചധികം കയറ്റി വെക്കുക ശിവ, കൂടുതൽ സെയിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, വ്യക്തിക്ക് സമയമില്ല സാറേ എന്ന് പറഞ്ഞ് ഞാൻ പിന്തുടരും. എൻ്റെ ആ വാക്ക് കേട്ടാൽ തന്നെ സാറിന് കഴിയുക സമയമില്ല എന്നുള്ളൊരു വാക്ക്. അപ്പോൾ സാറ് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ 5000 PV ചെയ്ത് 1000 രൂപയും പിടിച്ചിട്ട് അവിടെ ഇരുന്നോ എന്ന് പറയും സാറ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണില്ലേ, അപ്പോൾ സാറ് എന്താ എന്നോട് ഇനിയും കൂടുതലെടുത്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഉള്ള സമയം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സാറ് ഇനി ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് സാറിന് ഇഷ്ടമാവണില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് പറയണമെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പൈസ ആവശ്യമുണ്ട്, ചെയ്യാൻ സമയമില്ല. അപ്പോൾ അത് അവരുടെ കുറ്റമല്ലല്ലോ. അവർ ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുള്ള എൻ്റെ ലീഡർമാരാണ്. എൻ്റെ ഇപ്പൊ രശ്മി മാഡത്തിന് അതിനും പറയണം, എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ദിവസമായിട്ട് എന്നോട് പൊൻവട്ടത്തിൽ കയറാനായിട്ട് പറഞ്ഞ് നിന്റെ പേടി മാറാനാണ്, നീ എന്തായാലും ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുക, 5:30 ആകുമ്പോഴേക്കും എന്നെ വിളിക്കും, എനിക്ക് ഇത് കേട്ടിട്ട് നിനക്കൊരു ധൈര്യം വരട്ടെ, നിനക്കൊരു മാറ്റം വരട്ടെ. അവിടെ ഉള്ളത് ഷൈനി മാഡം പിന്നെ ഒരുപാട് സാറുമാരാണ്, ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്, നീ കയറ്. 4 ദിവസമായിട്ട് എന്നെ വിളിച്ചുണർത്തി എന്താ പറയാ, ടീച്ചർ പറഞ്ഞ പോലെ അവർ ചേർത്തി അനിയത്തിയുടെ ഇടയിൽ ഒരു അനിയത്തിക്കുട്ടിയായിട്ട് എന്നെ ഉൾപ്പെടുത്തിയിട്ട് ശരിക്കും അവരുടെ ഒരു ഇത് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഇത് പറയാനുള്ള ഒരു എനർജി. കാരണം
ടീച്ചർ മുന്നിലിരിക്കുമ്പോ എനിക്കും എൻ്റെ ഒരു ടീച്ചറാണ്, എന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അതായത് അതുപോലെയാണ് ഒരു കുട്ടിക്ക് പറഞ്ഞു തന്ന പോലെ ടീച്ചർ എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ എന്ന് RCM 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ടോ അന്ന് തൊട്ടിട്ട് ടീച്ചർ എന്നെ ഒരു കുട്ടിയെ പോലെയാണ് കെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ RCM ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രശ്മി മാഡത്തിൻ്റെ ഷോപ്പില് ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 20 പേരോളാണ് ഉണ്ടായിരുന്നുള്ളൂ ഗിരീഷ് സാർ വന്ന സമയത്ത്. അതിൽ ഗിരീഷ് സാർ ഇവർക്കെല്ലാവരും പുലികളാണല്ലോ, ഇവർക്കെല്ലാവരും ലീഡേഴ്സ്, ഇവർക്കെല്ലാം അറിയണ കാരണം കൊണ്ട് ഞങ്ങളൊരു 4-5 പേര് ഒന്നറിയാത്ത ബോധമില്ലാത്തവരാണ് സാറിനെ മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഞങ്ങളെ മാത്രം സാർ ഒരു ട്യൂഷൻ എടുക്കണ പോലെ ഞങ്ങളുടെ അടുത്ത് മാത്രം ഫേസ് ഞങ്ങൾക്ക് എവിടേക്കും തിരിയാൻ പറ്റാത്ത വിധത്തിലാണ് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി 5000 മാറ്റി ഒരു 10000 ആക്കിയിട്ട് ഈ മാസം തൊട്ട് ചെയ്യാല്ലേ എന്ന് എനിക്ക് തോന്നി. സാറിന്റെ ക്ലാസ്സാണ് എനിക്ക് കൂടുതലും എന്താ പറയുക, ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം തറച്ചുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ഈ മാസം 10000 PV ചെയ്യുന്നു വെച്ചാൽ 5000 PV ഒരു 3-3.5 കൊല്ലമായിട്ട് ചെയ്യണം. ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ആ മാസം തന്നെ ഞാൻ 10000 PVക്കുള്ളത് ചെയ്തു. ഈ മാസമാണ് പിന്നത്തെ മാസം വന്നിട്ടുള്ളത്. ഈ മാസം ഞാൻ 10000 ചെയ്തു. അതിൽ കൂടുതൽ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അതെനിക്ക് സാധിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസ് എപ്പോഴും ഹോസ്പിറ്റൽ കേസുകളാണ്. പിന്നെ എനിക്ക് ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുറി ഭരിക്കാൻ പോകുന്നുണ്ട് 5:30-ക്ക് ശേഷം. അങ്ങനെ ഒരുപാട് സമയമില്ലാത്ത പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എന്നാലും ഞാൻ ഇനി ഓരോ പ്രൊഡക്റ്റുകൾ പഠിച്ച് ഞാൻ അതിലേക്ക് വരും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമായി. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുത്തിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അത് അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അതിലെന്താ ഉള്ളതെന്നൊന്നും ഞാൻ ഇതുപോലെ തന്നെയാണ്. എല്ലാ പ്രൊഡക്റ്റും എൻ്റെ കഥ ഇതാണ്, ഒന്നും അറിയാണ്ടാണ് ഞാൻ പറയുക. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതിൽ 13 വിറ്റാമിൻസ്, 13 മിനറൽസ്, 6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡ്, 13 ഫ്രൂട്ട്സുകളുടെ സത്ത്. അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാൻ, ഈ ഫ്രൂട്ട്സിന്റെ സത്താണ് കേട്ടോ ഞാൻ അതിൽ മെയിനായിട്ട് ഇതാക്കി വെച്ചേക്കുന്നത്. ഫ്രൂട്ട്സ് മേടിക്കാൻ നമ്മളതിൽ അധികം പൈസ ഇല്ലല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം സത്തുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫുഡ് പ്രോഡക്റ്റാണ് ഞങ്ങളുടെ RCM കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്, ഗുളികയല്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കും. പിന്നെ ആർത്തവവേദന ഒഴിവാക്കാൻ സഹായിക്കും. പാല് കൊടുക്കണ അമ്മയാണെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പിന്നെ ചർമ്മത്തിൻ്റെ യൗവനം നിലനിർത്തും. ഇടതൂർന്ന മുടി നിലനിർത്താൻ സഹായിക്കും. നഖങ്ങളുടെ ആരോഗ്യം നിലനിർത്തും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ പറയാം, നമ്മുടെ മുടി തൊട്ട് നഖം വരയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓൾ പ്രൊട്ടക്ഷനാണ് ഞങ്ങളുടെ ന്യൂട്രിചാർജ് വുമൺ. അതിൽ എല്ലാതരം വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. ഈ നമ്മുടെ എന്താ പറയുക, വയറുവേദനയുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ പറയും, ഞാനിത് കഴിച്ചിട്ടാണ് എൻ്റെ വയറുവേദന മാറിയത്, എനിക്കുള്ള അനുഭവമാണ്, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി ഒരു 3 മാസം കഴിക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ വയറുവേദന മാറി. എനിക്കൊരു വോയിസ് ഇട്ടുണ്ടായിരുന്നു, ഞാനത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ വയറുവേദന മാറി. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള ആൾക്ക് കൊടുത്തു. അവർക്കും ഒരു 3 ബോട്ടിൽ 3 ബോക്സ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചപ്പോൾ അവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് അവർക്ക് ഒരു 9 ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർക്ക് HP 11 ലെവലിലേക്ക് വന്നു. അങ്ങനെ ന്യൂട്രിചാർജ് വുമണിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനും കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 5000 PV ചെയ്യുമ്പോൾ 5000 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതും സെയിൽ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴെങ്കിലും കഴിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റായിരുന്നു. പക്ഷെ അതും വിറ്റ് ഞാൻ എൻ്റെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അതും വിറ്റ് സെയിലാക്കും. പിന്നീടാണ് 10000 രൂപയുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ സുഭാഷ് സാറായിട്ട് പറഞ്ഞൊരു ചാൻസാണ്. കൂടുതൽ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് സെയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫ്രീ പ്രോഡക്റ്റ് അവിടെ ഇരുന്നു. അപ്പോൾ ഞാനത് കഴിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ഫ്രീ പ്രോഡക്റ്റ് കഴിച്ച് വുമൺ കഴിച്ചിട്ട് എനിക്കുള്ള റിസൾട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും JRCM, ഗുഡ് RCM, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഷൈനി മാം. എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി. എനിക്ക് ഇവിടെ ഒരു അവസരം തന്നതിന്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ ഞാൻ എങ്ങനെ പറയും എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. രജനി മാഡം ഇതിൽ ഉണ്ടോ എന്നുള്ളത് കാണാനില്ലേ എനിക്ക്. മാഡത്തിൻ്റെ അടുത്ത് മാഡത്തിൻ്റെ വാക്കുകളും ഇന്നലെ ഞാൻ കേട്ടു. 6th എനിക്ക് പറ്റിയിട്ടുള്ള അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു പോയിട്ട് മാത്രമല്ലോ, കോൺടാക്ട് ഇല്ല, ഫോളോ അപ്പ് ഇല്ല. 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള യാതൊരുവിധ ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴാണ് ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ JRCM മാം, JRCM മാഡം, രശ്മി മാഡം, JRCM ശിവ മാഡം സൂപ്പർ. അതായത് പൊൻവട്ടം തകർത്തു. പുറത്ത് എന്താ പറയാ, ഇടതടവില്ലാത്ത മഴ, അകത്ത് അതിലേറെ പൊന്മഴ എന്ന് പറയില്ലേ, അതായിരുന്നു ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്താ പറയാ, ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ ഒരു കുട്ടി, അല്ലെങ്കിൽ ഷൈനി മാഡം എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഒരു അമ്മയാവാൻ ഒരുപാട് കുട്ടികൾ വേണ്ട, ഒരാൾ മതി. അത് കരുത്തറ്റ ലീഡറാണെന്നുള്ളത് ഇന്ന് തെളിയിച്ചു.
അതെ, അതിലേറെ സന്തോഷം. എവിടെ തുടങ്ങണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ വിചാരിച്ചു ന്യൂട്രി ചാർജ് വുമന്റെ അനുഭവം പറയാതെ പോവോന്ന് വിചാരിച്ചു പോയി. പക്ഷെ ഞാനൊന്ന് തല തിരിച്ചപ്പോ എന്താ പറയാ സമയം പോയോ എന്നുള്ളത്, അപ്പൊ എന്നെ എത്രമാത്രം എന്റെ തല തിരിയുന്നുള്ളത് നോക്കിപ്പോയി. അതാണ് ഫോളോ അപ്പ് ദ ലീഡർ എന്ന് പറയുന്നത്. ഏറ്റവും ആത്മാർത്ഥായി ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം അത്രേ പറയാനുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു കിട്ടിയ റിസൾട്ട്. അതായത് ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആമീസ് ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബിസിന്റെ കട്ട വാങ്ങിയ വ്യക്തി ഷീബ മാഡം ആയിരിക്കും. അജിത മാഡം വിളിച്ച് പറയുന്നതാണ്, ഷീബ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് രശ്മി, ഇത് എങ്ങനെ കൊണ്ടുവിൽക്കും. അപ്പൊ അതെ ഷീബ ചോന്നു പോകേണ്ട കഥകൾ പറയും. അതായത് സുഭാഷ് സാർ എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അതായത് ഷീബ മാഡത്തിന് കഴിവുണ്ട്. ഷീബ മാഡം ഈ ഒരു സോപ്പിലൊരു ഹോപ്പ് കണ്ടെത്തി. നമ്മുടെ ഗോപകുമാർ സാർ പറയുന്ന 4 സോപ്പ് കട്ടേനെ അല്ലെങ്കിൽ ഒരു സോപ്പ് കട്ടേനെ 4 കഷ്ണമാക്കിയിട്ട് വീടുകളിലേക്ക് എത്തിച്ച കാര്യങ്ങള്. അതിലേറെ ഉപരി എന്താ പറയണ്ടേ, എല്ലാം സൂപ്പർ, എല്ലാം സൂപ്പർ, ഒന്നിനൊന്നും മെച്ചം. അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ്, അതായത് കള്ളം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം എന്ന് പറയണില്ലേ, അതായത് ടീച്ചറിലുള്ള വിശ്വാസം, ഞങ്ങളിലുള്ള വിശ്വാസം, ഞങ്ങൾ ഒരു കാരണവശാലും ഷിബനെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം. ബാലേട്ടൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീബയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഷീബയുടെ അവർ 3 പെൺകുട്ടികളാണ്. അവർ അച്ഛനമ്മ 3 പെൺകുട്ടികൾ. ആ ഒരു കുടുംബത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രാരാബ്ദം ഏറ്റെടുത്തിട്ട് മൂത്തൊരു മകളാണ്. ആ മകള് ഒരുപാട് പ്രാരാബ്ദങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കുട്ടി. അപ്പൊ എന്താ വെച്ചാൽ അവൾക്ക് ഏറ്റവും ആവശ്യം പൈസയായിരുന്നു. ആരോഗ്യത്തിലുപരി അവളുടെ ആരോഗ്യം നോക്കാതെ തന്നെ വീടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഏറ്റവും ആവശ്യം പൈസ. അവള് പി വി എടുക്കുക, DPക്ക് കൊടുക്കുക, അതായിരുന്നു ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും അവളെ ചീത്ത പറയുന്ന കാര്യമാണ്. അതായത് MRPക്ക് കൊടുക്കുക, MRPക്ക് കൊടുക്കുക. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കേട്ടിട്ടുള്ള അറിവിലാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പൊ എന്താണ് ചേച്ചി എങ്ങനെയായി 10 രൂപ അല്ലെങ്കിൽ 550 രൂപ നമ്മുടെ ന്യൂട്രി ചാർജ് വുമൺ ഉണ്ടെങ്കിൽ ആള് DPക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ പറയും, നിനക്ക് കിട്ടണ ഒരു തുച്ഛമായ ഒരു പൈസയാണ് അത്, നീ പോക്കറ്റിൽ വെക്കുക. ഇല്ല ചേച്ചി അവർ ഉപയോഗിക്കട്ടെ, അങ്ങനെ കൊടുത്തിരുന്നാണ്. സുഭാഷ് സാറ് എന്തിനാണ് നമ്മളോട് ചീത്ത പറഞ്ഞിരുന്നത്. അതായത് ഇത്രയും പ്രൊഡക്റ്റ്, കുഞ്ഞു പ്രൊഡക്റ്റ് ഇത്രയും സെയിൽ ചെയ്യാൻ പറ്റിയ ആൾക്ക് ന്യൂട്രി ചാർജും കീസോളും ഉപയോഗിക്കാൻ പറ്റുന്നത് സാർ അന്ന് മനസ്സിലാക്കി. അതാണ് സത്യം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഹെയർ സെറം ഉപയോഗിച്ചിട്ട് 10 ഹെയർ സെറത്തിന്റെ ബോട്ടില് നമ്മുടെ ക്രൈറ്റൻ ഡോക്ടർ, ഏറ്റവും അമലയിലെ ഏറ്റവും നല്ലൊരു ഡോക്ടറാണ് ക്രൈറ്റൻ. ഡെർമറ്റോളജി പ്രശ്നങ്ങളായിട്ടാണ് ലിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിനാണ്, നമ്മുടെ തൊലിപ്പുറത്തും നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ചെന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും രോഗങ്ങൾ എന്നുള്ളത് വ്യക്തമായി തന്നു. അപ്പൊ ഡെർമറ്റോളജിയില് ഇത്രയും പ്രൊഡക്റ്റുകൾ അതൊരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കൊടുക്കാം എന്നുള്ളതാണ്.